ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം അതീവ വിചിത്രമായൊരു കാര്യമാണ്. തിരുവനന്തപുരം ഐരാണിമുട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു സീനിയർ വനിതാ മെഡിക്കൽ ഓഫീസറോട് ഔമര്യാദയായി പെരുമാറി. ആരാ ഈ പ്രൈവറ്റ് സെക്രട്ടറി? നമ്മൾ കാണേണ്ടത്, ഞാൻ ആ സെക്രട്ടറി ആരെന്നല്ല ചോദിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. പ്രൈവറ്റ് സെക്രട്ടറി ഈ ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അയാൾ മന്ത്രിയല്ല. മന്ത്രി പോകുന്നത് പോലെ പോയി സന്ദർശിക്കാനും പരിശോധിക്കാനും പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ല, അവകാശമില്ല. ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിലും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇവരെ സഹായിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. സഹായിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ നിൽക്കരുത്. നാടിൻ്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിച്ചു പോകുന്നതിനെ അത് ക്രമം തെറ്റിക്കലാണ് എന്ന് തന്നെ പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നാളെ അത് ആപത്തുണ്ടാക്കും, നാം വിചാരിക്കാത്ത തരത്തിലുള്ള ആപത്തിലേക്ക് എത്തിക്കും. ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിക്ക് പകരമായിട്ട് ഇടപെടേണ്ടയാളല്ല. മന്ത്രിയെ സഹായിക്കാൻ ആവശ്യമായ നടപടികളെയൊക്കെ സ്വീകരിക്കാം. പക്ഷേ ഒരു തരത്തിലും മന്ത്രിക്ക് പകരമായി സന്ദർശിക്കാനോ ഭരണ നടപടികൾ ഇടപെടാനോ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ്. വകുപ്പ് മേധാവികളോ ഉയർന്ന ഉദ്യോഗസ്ഥരോ അവരാണ് സർക്കാർ ഓഫീസുകളിൽ ഇത്തരം പരിശോധനകൾ നടത്താറുള്ളത്. അപ്പോൾ ആരോഗ്യമന്ത്രിയേക്കാൾ മുകളിൽ താൻ എന്ന ഭാവത്തിലാണോ ഈ പ്രൈവറ്റ് സെക്രട്ടറി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിലൊരു കുറിപ്പ് ഞാൻ എഴുതിയപ്പോൾ അതിൽ റവന്യൂ മന്ത്രി അതിനെതിരായി പ്രതികരിച്ചതായി കണ്ടു. അദ്ദേഹം പറയുന്നത്, മെയ് 18 അധികാരത്തിൽ വന്ന സർക്കാരിന് മെയ് 12 നടന്ന ട്രാൻസ്ഫറിൽ എന്ത് ഉത്തരവാദിത്തമാണ് എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം മറന്നുപോകുന്ന കാര്യമുണ്ട്. ഞങ്ങൾ നിയമസഭയിൽ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അത് സഭാരേഖയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ മെയ് 4 തന്നെ ഞങ്ങൾ രാജി സമർപ്പിച്ചു. തുടർന്ന് ഭരണമാറ്റം അത് മുതലെടുത്തുകൊണ്ട് ഭരണാനുകൂല സർവീസ് സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡുകളിൽ സ്ഥലം മാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിയമവിരുദ്ധമായി നൽകുകയാണ്. ആ ലെറ്റർ പേഡിൽ തയ്യാറാക്കി നൽകുന്ന പട്ടികകൾ അതേപടി സൂചനയായി കാണിച്ചുകൊണ്ട് സ്ഥലം മാറ്റ ഉത്തരവുകൾ മെയ് 18 മുൻപ് ഇറങ്ങുകയാണ്. ഇത് ഉത്തരവിലുണ്ട്. ഇത് നമ്മുടെ സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്തൊരു കാര്യമാണ്, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭരണത്തിൻ്റെ മറവിൽ ഭരണാനുകൂല അണികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾക്ക് സർക്കാർ പിന്തുണ നൽകുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതിന് പിന്തുണ നൽകുകയാണ്. സർവീസ് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ജീവനക്കാരും സംഘടനകളും അവരെയെല്ലാം പൊതുവേദികളിൽ അപഹസിക്കുകയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നത്. ട്രാൻസ്ഫറുകൾ പൊതുമാനദണ്ഡം അനുസരിച്ചാണ്. ഇനിയും ട്രാൻസ്ഫർ നടത്തും എന്ന് മാനദണ്ഡ വിരുദ്ധമായി ട്രാൻസ്ഫറുകൾ നടത്തുന്നൊരു സ്ഥലത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥ വന്നാൽ പിന്നെ എവിടെയാണ് എത്തുക കാര്യങ്ങൾ? ഇത് ഭരണരംഗത്തെ തീർത്തും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ഇപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ജീവനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കാത്ത ക്രമവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്.
സിവിൽ സർവീസിനെ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഭരണകൂട ഭീകരതയുടെ കുരുതിക്കളമാക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. സർക്കാർ അംഗീകരിക്കണമെന്നാണ് താങ്കൾ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയ വീഡിയോകൾ, റീൽസുകൾ ഉൾപ്പെടെ കാർഡുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയുടെക്കെതിരായ പ്രസ്താവനകളും കാർഡുകളും നീക്കം ചെയ്യുന്നതോടൊപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാർഡുകളൊക്കെ നീക്കം ചെയ്തു. കഴിഞ്ഞ ദിവസം താങ്കൾ തന്നെ ഇറക്കിയ പ്രസ്താവന ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കണം, അതുമായി ബന്ധപ്പെട്ട കാർഡുകളും നീക്കം ചെയ്തു. അതേ സമയത്ത് വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണം, സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറയുന്ന രീതിയിൽ RSS നേതാവ് PG മോഹൻദാസിന്റെ ഇപ്പോഴും ആ വീഡിയോകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അത് നീക്കം ചെയ്യാൻ ഒരു നടപടിയും സംസ്ഥാന സർക്കാർ ആഭ്യന്തര വകുപ്പ് പോലീസും സ്വീകരിച്ചിട്ടില്ല. ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഈ മോഹൻദാസിൻ്റെ കാര്യത്തിൽ വല്ലാത്തൊരു ഒത്തുകളിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം മോഹൻദാസ് ചെയ്ത നടപടി ആർക്കും ന്യായീകരിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും അപലപിച്ചൊരു കാര്യമാണ്. അത് RSSൻ്റെ ഉള്ളിരിപ്പാണ് വ്യക്തമാക്കുന്നത്. RSSൻ്റെ ഒരു താത്വികാചാര്യനായിട്ടാണല്ലോ മോഹൻദാസ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇവിടെ ഒരു പേഴ്സണം എന്ന രീതിയിലുള്ള അറസ്റ്റാണ് നടന്നത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട നിയമ നടപടികൾ അത് ഒന്നും പാലിച്ചില്ല. അത് ബോധപൂർവം വീഴ്ച വരുത്തിയതാണ്. പോലീസിന് അറിയാത്തത് കൊണ്ടല്ല ഈ കാര്യങ്ങൾ നടപടിക്രമം പാലിക്കാതിരുന്നത്. നടപടിക്രമം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നല്ല നിശ്ചയമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് എന്ന് വേണം കാണാൻ. അപ്പോൾ പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും അറിയാത്തവരാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന കാര്യക്ഷമതയുള്ള ഒരു പോലീസ് സേന തന്നെയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവർ ബോധപൂർവം മറ്റെന്തോ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ചെയ്യാനുണ്ടായിട്ടുള്ളത്. അതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു ഭാഗം, കേന്ദ്ര ഗവൺമെൻറ് മെറ്റയെ ഉപയോഗിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നടപടികളിൽ വ്യാപകമായ വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ട്. ആ രീതിയിലുള്ള നടപടികൾ ഇവിടെയും വരുന്നു എന്ന് വേണം കാണാൻ. ഇപ്പോൾ ജന്തർ മന്ദറിലെ യുവജന പ്രക്ഷോഭത്തിന് ശേഷം സമരവുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾക്കും റീലുകൾക്കും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നിവയിൽ മെറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലൊരു സെൻസറിങ് നടപടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതേ പാതയിലാണ് UDF സർക്കാരും നീങ്ങുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നത് തൂഫാൻ നടപടിയുടെ ഭാഗമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടാറുണ്ട് പോലും. അപ്പോൾ അദ്ദേഹമാണ് ഈ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും വാർത്തകൾ നല്ല നിലക്ക് നൽകുകയും സംപ്രേഷണം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ വാർത്ത നീക്കം ചെയ്യപ്പെടുന്നതായിട്ട് വാർത്തകൾ വരികയാണ്. ഇപ്പോൾ BJPയുടെ
BJP സർക്കാരിൻ്റെ പരോക്ഷമായ സഹായം ഇക്കാര്യത്തിൽ സർക്കാരിന് ലഭിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ തൂഫാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുവെന്ന് സർക്കാർ തന്നെ അവകാശപ്പെടുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ തൂഫാനിൽ നടന്ന അറസ്റ്റ് സർക്കാർ തന്നെ പൂഴ്ത്തിവെക്കുന്ന നിലയുണ്ടാകുന്നു. ഇപ്പോൾ വസ്തുതാപരമായ ഒരു വാർത്ത അത് നീക്കം ചെയ്യിക്കാൻ സാധാരണഗതിയിൽ നിയമപരമായി കഴിയില്ല. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു നീക്കം ചെയ്യൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സെൻസർഷിപ്പ് ആ രീതിയിൽ ഏർപ്പെടുത്തുന്നത് തീർത്തും ഏകാധിപത്യപരമായ കാര്യമാണ്. അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല.